മദ്യപിച്ചു കഴിഞ്ഞാൽ കരളിന് വീക്കമുണ്ടാവും, കരൾ വളരെ പെട്ടെന്ന് കേടാവും. പക്ഷേ അത് പലപ്പോഴും കരൾ തീരെ മോശമായതിനു ശേഷമാണ് പലരും തിരിച്ചറിയുന്നത്. ഇന്ന് ചെറുപ്പക്കാരുൾപ്പെടെ നമ്മുടെ സമൂഹത്തിൽ ബിയറും മദ്യവും കഴിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും കരളിന് കേട് വരുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി തിരിച്ചറിയാൻ ഞാൻ ഈ പറയുന്ന ടെസ്റ്റുകൾ ചെയ്തു നോക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. നമ്മുടെ ലിവറിന്റെ എൻസൈംസ് ശരിയായിട്ടാണോ പ്രവർത്തിക്കുന്നത്, കരളിന് ഏതെങ്കിലും തരത്തിലുള്ള ഈ രോഗബാധ വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് SGOT SGPT പോലുള്ള ഘടകങ്ങൾ അടങ്ങുന്ന ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം. മദ്യപിക്കുന്നവർ 6 മാസത്തിലൊരിക്കൽ ഇത് നോക്കണം. GGT ഗാമ ഗ്ലൂട്ടോമൈഡ് ട്രാൻസ് അമൈനേസ് എന്ന് പറയുന്ന ടെസ്റ്റ് മദ്യപാനികളിൽ വളരെ പെട്ടെന്ന് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് നിർബന്ധമായിട്ടും പരിശോധിച്ചിരിക്കണം. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് അബ്ഡമൻ ആണ്. നമുക്ക് വയറിന്റെ പുറത്ത് ഒരു അൾട്രാസൗണ്ടിക് മെഷീൻ ഉപയോഗിച്ച് നോക്കുന്ന കരളിന്റെ ആരോഗ്യം എങ്ങനെ, കരളിനകത്ത് കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുണ്ടോ, കരളിലെ കോശങ്ങൾ കൂടുതൽ ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. ഇതും നിങ്ങൾ മദ്യപിക്കുന്നവരാണെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ ചെയ്തു നോക്കണം. മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് സിറം അമൈലേസ് ലിപ്പേസ്. ഇത് കരളുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പാൻക്രിയാസുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ മദ്യപിക്കുന്നത് കരളിനെ മാത്രമല്ല ബാധിക്കുന്നത്, ആദ്യം നിങ്ങളുടെ പാൻക്രിയാസിനെയാണ് ബാധിക്കുന്നത്. കൂടുതലായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർ പ്രമേഹ രോഗികളായിട്ട് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കാരണം മദ്യപാനം നിങ്ങളുടെ പാൻക്രിയാസിനെ ബാധിക്കുന്നതുകൊണ്ടാണ്. സിറ അമൈലേസ് ലിപ്പേസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മദ്യപിക്കുന്നത് പാൻക്രിയാസിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഒന്ന് ഷെയർ ചെയ്തോളൂ.